യെസ് സജു മോഹൻ, സപ്പോസ് കോൺഗ്രസുമായിട്ട് ചേർന്ന് മത്സരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അധികാരത്തിലെത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയും ചില വാദങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ വലിയ ചലനമുണ്ടാക്കാൻ പറ്റുമായിരുന്നു. അതായത് 4.5 നിന്നും 6.5 എത്തിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2.35 ആണ്. ആ ഒരു 2.35% വോട്ട് ഷെയർ മതിയായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നഷ്ടപ്പെട്ടത് 26 സീറ്റുകളാണ്. അപ്പോ അതങ്ങനെ നിൽക്കട്ടെ, ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ മറുപടി ഞാൻ പറയാം. ആദ്യം BJP പ്രതിനിധി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. പുള്ളി ഇവിടെ ശീഷ് മഹലിനെ കുറിച്ച് നമ്മൾ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ കേജ്രിവാളിനെതിരെ BJP നടത്തിയ ഒരു പ്രചരണം, ഒരു ഫ്ലാറ്റ് മതി എന്ന് പറഞ്ഞ ആള് 41 കോടി ചെലവാക്കി വലിയ കൊട്ടാരല്ലേ. അപ്പോ ആ ശീഷ് മഹലില് ഇപ്പൊ ഇനി പുതിയൊരു CM എന്ന് പറയുന്നത് മേ ബി നമ്മുടെ സുഷമ സ്വരാജിന്റെ മകള് ബാൻസുരിയോ, അല്ലെങ്കിൽ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പുള്ളിയോ, അല്ലെങ്കിൽ കൈലാഷ് ഗെഹ്ലോട്ടോ, അങ്ങനെയൊക്കെ പേരുകളൊക്കെ ചർച്ച വരുന്നുണ്ടല്ലോ. അപ്പൊ അവർ ഇനി ഒരു CM ആയിട്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ശീഷ് മഹലിലോട്ടാണോ പോകുന്നത്, അതോ ഏതെങ്കിലും ടൂറിസ്റ്റുകൾക്ക് അത് വാടകയ്ക്ക് കൊടുക്കുമോ? അതെനിക്കൊന്ന് അറിയണം. ഒന്ന്. രണ്ട്, അല്ല അങ്ങനെ പറഞ്ഞു പോവാതെ നോക്കൂ, ലാളിത്യം അതായിരുന്നു കേജ്രിവാളിന്റെ മുഖമുദ്ര. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഞാൻ വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് കേജ്രിവാൾ ഇങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് വോട്ടർമാർ എന്താ പ്രതീക്ഷിക്കുക? വോട്ടർമാർ കൊടുത്ത മറുപടി, അതായത് BJP ഉന്നയിച്ച ആരോപണത്തിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശീഷ് മഹൽ എന്ന് പറയുന്നത്. അതിന് വോട്ടർമാർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ തോൽപ്പിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചു, ആ ഇലക്ഷൻ വെർഡിക്ട് അംഗീകരിച്ചു. അദ്ദേഹം അത് തിരുത്താൻ തയ്യാറാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്നാൽ ഇനി അധികാരത്തിലേക്ക് വരാൻ പോകുന്ന BJP അതേ ശീഷ് മഹലിൽ പോയിട്ട് ഇതേ ഫെസിലിറ്റി എൻജോയ് ചെയ്യാനാണോ പോകുന്നത്, അതോ മറ്റ് രീതിയിൽ അതിന് എന്താ പറയാ ടൂറിസത്തിന് കൊടുക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുകയോ ചെയ്യുമോ എന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി. അതുകൊണ്ടാണ്. രണ്ടാമത് എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇനി BJP അധികാരത്തിൽ വരുമ്പോൾ ഇന്ന് ശ്രീ മോദിജിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഡൽഹിയെ ലോകത്തിലെ ഇന്റർനാഷണൽ ലെവലിലോട്ട് ഒരു സിറ്റി ആക്കും എന്നുള്ളതാണ്. ശരി, നമ്മൾ അത് വിശ്വസിക്കുന്നു. 15 വർഷമായിട്ട് BJP ആണ് ഇവിടെ സെന്റർ ഭരിക്കുന്നത്. 21, ഇപ്പൊ ഡൽഹിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 21 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. എനിക്ക് ഒരു മെട്രോ നഗരത്തിന്റെ പേരൊന്ന് പറയാമോ? എനിക്കൊന്ന് പോയി കാണാനാണ്. അതായത് ഇന്റർനാഷണൽ ലെവലില് നിർമ്മിച്ചിരിക്കുന്ന, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു അന്താരാഷ്ട്ര രീതിയിലുള്ള, സാർ പറഞ്ഞില്ലേ, അന്താരാഷ്ട്ര ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് ഇവിടെ ഡെവലപ്പ് ചെയ്ത ഒരു മെട്രോ നഗരത്തിന്റെ പേരെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് പോയി കാണാനാണ്. കാരണം അത് ആ ഒരു റെഫറൻസ് ആയിരിക്കുമല്ലോ ഡൽഹിക്കും ചെയ്യാൻ പോകുന്നത്. അതൊന്ന്. രണ്ട്, ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധി പറയുകയുണ്ടായി ആം ആദ്മി പാർട്ടി പുറകോട്ട് പോവുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി എങ്ങനെയെങ്കിലും തീർന്നാൽ മതി, പ്രാവി തീർക്കുകയോ അല്ലെങ്കിൽ അവർ ഒരു പണിയും ചെയ്യുന്നില്ലെന്നേ. മഹാരാഷ്ട്ര ഇലക്ഷനിൽ 110 സീറ്റ് മത്സരിച്ചിട്ട് 10 സീറ്റും കൊണ്ടുവന്ന ടീമുകളാണ് ഇവിടുത്തെ വളർച്ചയെ കുറിച്ച് പറയുന്നത്. അവരെ പാർട്ടി പടവലങ്ങ പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഗുജറാത്തിലും ഗോവയിലും എല്ലാം ഇടിച്ചു കയറുന്നത്. കാരണം ഞങ്ങളുടെ ആദർശം, ഞങ്ങൾ പറയുന്ന ആദർശത്തിന്, ഞങ്ങൾ പറയുന്ന ആം ആദ്മി പാർട്ടി രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോരോ സംസ്ഥാനങ്ങളിലോട്ട് പോകാൻ തുടങ്ങിയത്. ഇന്ന് ഞങ്ങൾ 10 വർഷം കൊണ്ട് ദേശീയ പാർട്ടി ആയിരിക്കുകയാണ്. ഞങ്ങളാണ് ഇന്നിപ്പോ വോട്ടിംഗ് പെർസെന്റേജ് തന്നെ എടുത്തു നോക്കൂ. CPM-ന്റെ വോട്ട് അങ്ങോട്ടായിരിക്കുന്നത്, CPI-യുടെ വോട്ട് എവിടെ ഇരിക്കുന്നത്. കോൺഗ്രസിന്റെ 6.3 എന്ന് പറയുന്നത് പോലും ദേശീയ പാർട്ടി എന്ന നിലയിൽ അവകാശപ്പെടാൻ ഇദ്ദേഹത്തിന് എന്ത് നാണക്കേടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. 43% വോട്ട് കിട്ടിയ ഒരു പാർട്ടി ഇവിടെ ഒഴുകിപ്പോവെന്ന് പറയും, 6% വോട്ട് കിട്ടിയ ഒരു പാർട്ടി ഇവിടെ മുന്നോട്ട് വന്ന് വിപ്ലവം നയിക്കും. ഒരു കാര്യവുമില്ലാതെ, ഒരു മുഖമില്ല. നിങ്ങളിപ്പം കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഇപ്പം ഡൽഹിയിലെ നേതാക്കളുടെ ഒരു മുഖം പറയുക, ഏത് മുഖം വെച്ചിട്ടാണ് ഇവര് ആ കോൺഗ്രസ് പാർട്ടി അവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇവര് അധികാരം പിടിക്കാൻ ശ്രമിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ വേറെ ഒരു വഴി കാണില്ല. പക്ഷെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ജയിക്കണമെങ്കിൽ വയനാട് വരെ വരേണ്ടി വരുന്നു. സമാജ് പാർട്ടിയുടെ സപ്പോർട്ട് വേണ്ടി വരുന്നു, മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് വേണ്ടി വരുന്നു. ഇവർക്ക് സ്വന്തം നേതാവിനെ പോലും ഒരിടത്ത് നിർത്തി ജയിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്ത കോൺഗ്രസ്സുകാര് ആം ആദ്മി പാർട്ടി പൊട്ടിത്തെറിച്ചു പോകും അല്ലെങ്കിൽ ഒഴിപ്പോന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. അത് നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.